നഫ്സി നഫ്സി നഫ്സിയാ ഉമ്മത്തിയാ ഉമ്മത്തിയാ കൗമിയാ എന്ന് എല്ലാവരും സ്വന്തം കാര്യം നോക്കുന്ന ദിവസമുണ്ടല്ലോ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്തെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന രണ്ട് വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുമോ? അവരെ പള്ളിയിലെ സുബഹിക്ക് 4:45 എഴുന്നേറ്റ് ഒന്നുപെടുത്തിട്ട് ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ ഞാനും നിങ്ങൾ മുഴുവനും പുതപ്പിന്റെ കീഴിൽ സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അലാറം വെച്ച് നേരത്തെ എഴുന്നേറ്റ് ആ സുബഹിന്റെ സമയമാകുമ്പോ ഒരു മിനിറ്റ് തെറ്റിയാ കുറ്റം പറയാ 4 പേരാ, ഒരു മിനിറ്റ് തെറ്റിയാ ചോദിക്കാൻ ആളുണ്ട്. അങ്ങനെ സമയം പോലും തെറ്റാതെ അല്ലാഹുവിന്റെ പള്ളിയുടെ മിഹ്റാബിന്റെ അകത്ത് കയറി നിന്നിട്ട് അസ്സലാത്ത് ഖൈറും മിനൻ എന്ന് ബാങ്ക് വിളിക്കുന്ന മനുഷ്യനെ നീ ഓർത്തു വെച്ചോ. പള്ളിയിലെ മുഅദ്ദിനിന്റെ മുഖം നീ ഓർത്തു വെച്ചോ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് ആ മനുഷ്യന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കടന്നു പോകുമ്പോ എടാ ചെറുപ്പക്കാരാ, നിന്റെ വാപ്പയില്ലടാ, നിന്റെ ഉമ്മയില്ലടാ, നിന്റെ കൂടപ്പിറപ്പില്ല, നിന്റെ കുടുംബക്കാരില്ല, നിന്റെ മക്കളില്ല, നിന്റെ കൂടെ കടന്നവളില്ല, എല്ലാവരും നിന്നെ കൈയൊഴിയുന്ന ദിവസമുണ്ടല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസം, നിലവിളിക്കുന്ന ദിവസം, സ്വന്തം മക്കൾ പോലും പടച്ചറപ്പിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. ആ നരകത്തെ കാണുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ എന്റെ വാപ്പയുടെ നന്മയെടുത്ത് എനിക്ക് താ അല്ലാ. എന്റെ തെറ്റുകൾ മുഴുവനും എന്റെ വാപ്പാടെ തലയിൽ കെട്ടിവെച്ചിട്ട് ഈ മനുഷ്യരെ നീ നരകത്തിലിട്ടോ, എനിക്ക് സ്വർഗം തരണേ എന്ന് നിന്റെ രക്തത്തിൽ പറന്ന പൊന്നാര മക്കള് പറയുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങള്, നീ മടിയിൽ കിടത്തി ഉറക്കെ നിന്റെ പൊന്നുമക്കളുണ്ടല്ലോ, ചെരുപ്പിടാതെ ആ പടുത്ത് കിടക്കുന്ന ആ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാലു പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, നാദാ എന്റെ ഉമ്മാനെ ഒന്ന് മലത്തി കടത്തി തരുവോ അല്ലാ. നെഞ്ചത്ത് കയറി നിൽക്കാനാ അല്ലാ, നെഞ്ചത്ത് ചവിട്ടാനാ അല്ലാ എന്ന് നിന്റെ പൊന്നാര മക്കള് പറയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഒരാളുമില്ലല്ലോ,